ഇസ്രായേൽ ഇല്ലാണ്ടാവാൻ പോകുന്നു. നെതന്യാഹു യുദ്ധഭ്രാന്തിന്റെ കൊടുമുടിയിലാണ്. തങ്ങളെ വെല്ലാൻ പശ്ചിമേഷ്യയിൽ ആരുമില്ലെന്ന അഹങ്കാരം തലക്ക് പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇറാൻ അമേരിക്ക ഇപ്പോൾ തീർത്തു കളയുമെന്ന് കരുതിയ നെതന്യാഹുവിന് പിഴച്ചു. അമേരിക്ക ഇറാനെ പേടിപ്പിച്ച് കാര്യം നേടാനാണ് നോക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് നെതന്യാഹു നാളെ ട്രംപിനെ കാണാൻ പോകുന്നത്. അവിടെ നെതന്യാഹുവിന് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്: ഒന്നുകിൽ നിങ്ങൾ ഇറാനെ നിലംപരിശാക്കുക, അതല്ലെങ്കിൽ ഞങ്ങൾ ഇറാനുമായി യുദ്ധം ചെയ്യും. ഇസ്രായേൽ പൂർണ്ണ യുദ്ധസജ്ജരായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത്. യുദ്ധവിമാനങ്ങൾ റെഡി, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ റെഡി. ഒന്ന് വിസിൽ മുഴക്കേണ്ട ആവശ്യമേ ഉള്ളൂ യുദ്ധം നടക്കാൻ. അമേരിക്ക സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇറാനെ തകർക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ തീരുമാനം അതാണ്. ബുധനാഴ്ച ട്രംപുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞാൽ ഏതു നിമിഷവും പശ്ചിമേഷ്യ യുദ്ധമുഖരിതമാവാം. എന്നാൽ ഇറാൻ ആഗ്രഹിക്കുന്നത് അമേരിക്ക ഇല്ലാതെ ഇസ്രായേൽ ഇറാനെ ഒന്ന് ആക്രമിച്ചു കിട്ടാനാണ്. എങ്കിലേ ഇസ്രായേലിന്റെ എണ്ണാക്കിൽ കയറി വെടിപൊട്ടിക്കാൻ ഇറാൻ എളുപ്പമാകും. അമേരിക്ക ഇല്ലാത്തൊരാക്രമണം ഇസ്രായേലിനെ ശവപ്പറമ്പാക്കും, സംശയമില്ല.